നാളെ PVR ലുലു കൊച്ചിയിൽ BTS മൂവീസിന്റെ മൂവി കാണാനായിട്ട് പോവാണ്. ഐ ആം സോ എക്സൈറ്റഡ്. നാളെ 1:30ക്കാണ് ഷോ. അപ്പം അവിടെ കുറെ ആർമി ഫാൻസ് ഉണ്ടാവും. ഫാൻ ചാൻ ചെയ്യണം. 1.25 മണിക്കൂർ 2 മണിക്കൂർ സംതിങ് ആണ് ഷോ. അപ്പോൾ വി ആർ സോ എക്സൈറ്റഡ്. ഇവളുടെ മോഡലൊന്നും കാണുന്നില്ല എന്നുള്ളൂ. ബട്ട് വി ആർ സോ എക്സൈറ്റഡ്. ഐ മീൻ ആദ്യമായിട്ടാണ് നമ്മൾ പോണത്. ലൈക്ക് ഒരു മൂവി സംഭവം ആദ്യമായിട്ടാണ് പോണത്. ഫ്രണ്ട്സായിട്ടൊന്നും നമ്മൾ പോയിട്ടില്ല. മൂവിക്കെങ്കിലും പോകാൻ നോക്കുന്നതാണ് നമ്മൾ പോണത്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് നാളെ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തു. നാളെ പോവാന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നത്. വിശ്വസിക്കുന്നു. I don't know why, but നാളെ ഇനി ചെന്നെല്ലാം കഴിഞ്ഞ് എല്ലാം അങ്ങനെ തോന്നുന്നു. കാരണം അപ്പം നാളത്തേക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങളുടെ മുതല കാണില്ലായിരിക്കും, ബട്ട് വി ആർ സോ ഡാം എക്സൈറ്റഡ്. ആൻഡ് എന്താ പറയാമെന്നാണ് മറന്ന് എക്സൈറ്റ്മെന്റ് തലയ്ക്ക് പിടിച്ചിട്ട് വല്ല പറഞ്ഞു. സോ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നാളെ ആദ്യമായിട്ടാണ് പോകുന്നത്. ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ന്യൂ എക്സ്പീരിയൻസ്. ആൻഡ് അപ്പൊ നാളത്തേക്ക് നമുക്ക് തന്നെ ചെയ്യാൻ ഓൾ ദി ബെസ്റ്റ്. എന്തിനാന്നറിയില്ല, ഫ്രണ്ടിലാട്ടോ സീറ്റ് ഇട്ടേക്കുന്നത്. സീറ്റ് ഫ്രണ്ടിലായിട്ടേക്കണത്. ഫ്രണ്ടിലത്തെ 2 സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് 2 സീറ്റ് ഫ്രണ്ടിൽ ഇട്ടേക്കണം. അതിപ്പോ എങ്ങനെയാലും അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കണം. ഈ സാധനം അപ്പുറത്ത് പോയിരിക്കും, ഞാൻ ഇപ്പുറത്ത് പോയിരിക്കാൻ വരും. അതിപ്പോ എങ്ങനെയാലും അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. whatever. അപ്പം നാളെ മൂവി എനിക്കിപ്പോഴും വിശ്വസിക്കാറില്ല നമ്മൾ ഇനി പോവാന്നുള്ളത്. ബട്ട് ദാറ്റ്സ് എ ട്രൂത്ത്. ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തു കണ്ടോ. സോ ഞങ്ങൾ നാളെ വിട്ട് വരാം. അതുവരെ ബൈ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു ഗൈസ്. ഏകദേശം ഒരു 12 മണിയൊക്കെ ആവാറായപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വി ആർ ഓൺ ദ വേ. നമ്മുടെ മുമ്പ് കടന്നൽ കുത്തിയൊക്കെ ഇരിക്കുന്നു എന്നൊക്കെയാണ് ഞാൻ അത് പറയുന്നത്. അങ്ങനെ നമ്മൾ ലുലു മാൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. വാവ്, ഒരു വിധത്തിൽ എൻ്റെ മുടിയൊക്കെ ഒരുമാതിരി ചകിരിനാരാണ്. കാറ്റടിച്ച് വണ്ടിയിൽ നിന്ന് കാറ്റടിച്ച് ആകെ കുളമായിരിക്കുമായിരുന്നു. വാവ്. അങ്ങനെ ഓൾറെഡി നമ്മൾ ചെന്നപ്പോൾ 1 മണി സംതിങ് ആയി. പിന്നെ അവിടെ കാറ് പാർക്ക് ചെയ്തിട്ട സ്ഥലത്തുനിന്ന് നമ്മൾ വന്നപ്പോഴത്തേനും ലൈക്ക് അവിടെ കുറേ കറങ്ങി ഞങ്ങൾ കാറ് പാർക്ക് ചെയ്ത് ഇട്ടടുത്ത് തന്നെ എന്നിട്ട് തിരിച്ചൊക്കെ ചെന്ന് ഇത് സ്ഥലം എവിടെയെന്ന് കണ്ടുപിടിക്കാനായിട്ട് കഷ്ടപ്പെടുമായിരുന്നു. അങ്ങനെ ചെന്ന് 1:20 സംതിങ് ആയി. ഞങ്ങളിപ്പോൾ ഇവിടെ ഈ സ്ഥലത്തെത്തിയപ്പോൾ. ആൻഡ് ഇനി 1:30-നാണ് ഷോ തുടങ്ങുന്നത്. 10 മിനിറ്റേ ഉള്ളൂ. ഇനി PVR പോയി തപ്പി കണ്ടുപിടിക്കണം. അതിനുള്ള ഓട്ടത്തിലാണ് കേസ് ഞങ്ങൾ. അപ്പോൾ ഇവിടെ റിസപ്ഷനിൽ പോയി ചോദിക്കാമെന്ന് ഓർത്തിരിക്കുകയാണ്. അങ്ങനെ ചേച്ചി PVR സെക്കൻഡ് ഫ്ലോർ ചോദിച്ചപ്പോൾ ഒരു 2nd ഫ്ലോർ എന്നാണ് കേസ് പറഞ്ഞത്. അങ്ങനെ ഇനി 2nd ഫ്ലോറിലായിട്ടുള്ള ഓട്ടമാണ്. എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ലിഫ്റ്റ് വേണ്ട, എസ്കലേറ്റർ മതി എന്ന് പറഞ്ഞ് ഓടിക്കയറുകയാണ് ഞങ്ങൾ. ഓടിക്കിറക്കുകയാണ്. അതിനിടയ്ക്ക് അമ്മയുടെ വക കോമഡി. രണ്ടും കൂടെ മൂക്കും കൊത്തി വീഴാനും കണ്ടുപോയി. വാവ്, ഗ്രേറ്റ്. മൂക്കും കൊത്തി വീണായിരുന്നെങ്കിൽ പൂർത്തിയായി. ഞങ്ങളാണ് ടെൻഷൻ അടിച്ചിരിക്കുക. പരിപാടി തുടങ്ങുമോ എന്ന് ഓർത്തുണ്ട്. കാരണം ഇപ്പം തന്നെ ഓൾറെഡി 1:25 സംതിങ് ആയി. അപ്പോഴത്തേനും 1:30-നല്ലേ ഷോ. അതിന് മുന്നേ ചെല്ലുമോ നിർത്തിയങ്ങൾ ഞങ്ങൾ ഓട്ടമാണ്, ഭയങ്കര ഓട്ടമാണ് ഞങ്ങൾ. ഓടാൻ പറ്റില്ല, ഓടാനുള്ള സ്ഥലമൊന്നുമില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ സ്പീഡിലാണ് നടന്നുകൊണ്ടിരിക്കണത്. എത്രയും പെട്ടെന്ന് ചെല്ലണം. അതിനിടയ്ക്ക് എസ്കലേറ്റർ ആണെങ്കിൽ ആമ പോകണ മാതിരി ഭയങ്കര സ്ലോയിലാണ് പോകണം, ഭയങ്കര സ്ലോയിൽ. അത് ഞങ്ങൾ ചെയ്ത് ഇതിൽ വേറെ സ്റ്റെപ്പ് കയറി പോകുമായിരുന്നു. ലൈക്ക് ലിറ്ററലി ഇത് ഭയങ്കര സ്ലോ ആയിട്ടാണ് പോണത്. ചിലപ്പോൾ ഞങ്ങൾ ധൃതി പിടിച്ചോണ്ട് നടക്കുന്നുണ്ടായിരിക്കണം. അതിന് ഭയങ്കര സ്ലോ ആയാലും തോന്നണത്. നമുക്കങ്ങനെയാണല്ലോ, നമ്മൾ ധൃതി പിടിച്ചിരിക്കുമ്പോഴേക്കല്ല ഭയങ്കര സ്ലോ മോഷനിലാകുമ്പോൾ ഭയങ്കര ദേഷ്യമായിരിക്കണം. ഇനി അങ്ങനെ ഞങ്ങൾ ഓടിപ്പാഞ്ഞ് പോവുകയാണ്. പോണിൻ്റെ അപ്പോൾ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ലൈക്ക് ആദ്യമായിട്ടാണ് PVRൽ പോകുന്നത്. ആൻഡ് എങ്ങനെ ഇരിക്കും, എന്തായിരിക്കും സ്ഥലം ഒന്നും നമുക്കറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, നെർവസ്നെസ് ഉണ്ട്, ടെൻഷനുണ്ട്. പരിപാടി തുടങ്ങിക്കാണെങ്കിൽ ഫസ്റ്റ് പോഷൻ മിസ് ചെയ്യുമെന്നുള്ള ടെൻഷനുണ്ട്. എല്ലാം കൂടി നല്ല അവിയൽ പരിപാടി, നല്ല കുഴഞ്ഞ ഫീലിങ്സ്.
നല്ല അവിയല് പരിവായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ടെൻഷൻ അടിച്ചൊരു പണ്ടാരടങ്ങി. അങ്ങനെ നമ്മളെങ്ങനെയാണ്ടൊക്കെ തപ്പി കണ്ടുപിടിച്ച PVR എത്തിയിരിക്കുകയാണ്. ഇനി അവിടെ ഗോൾഡ് എന്ന് പറഞ്ഞ് ഇത് വെച്ചാൽ അവിടുത്തെ ആ ചേച്ചിയെടുത്ത് ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തതാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളോട് ഇതിനകത്തോട്ട് കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇതിനകത്തോട്ട് കയറി. ഇപ്പോൾ പുതിയ തന്നെ ഒരു ലോകം. ഐ മീൻ ആ വാതിൽ തുറന്നത് ഇവിടെ എന്താ നടക്കണമെന്നും മനസ്സിലാവുള്ള. കിട്ടി കിട്ടി. ഇങ്ങനെയൊക്കെ ഞങ്ങൾ അവസാനം തപ്പി കണ്ടുപിടിച്ചിട്ടായിരുന്നു. അത് കയറി കഴിഞ്ഞപ്പോൾ വേറെ തന്നെ ഒരു വേൾഡ്. വി ആർ സോ എക്സൈറ്റഡ്. ഇറ്റ്സ് ലൈക്ക് അവിടെ സീറ്റിലൊന്നും ആരും അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഐ മീൻ സീറ്റൊക്കെ എംപ്റ്റി ആയിരുന്നു. ബട്ട് സ്റ്റിൽ കൈൻഡ് ഓഫ് ഭയങ്കര ഞങ്ങളാണെങ്കിൽ ഇവിടുത്തെ സീറ്റും അറ്റ്മോസ്ഫിയർ ഫുള്ള് കണ്ട് ഫുൾ കിളി പോയി നിൽക്കും. ഇവിടെ ഇപ്പോൾ എന്താ നടക്കണേന്നൊക്കെ. ഫുൾ എക്സ്പെൻസീവാണ് ഗൈസ്. ഞങ്ങളത് സീറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ സീറ്റിൻ്റെ സൈഡിലും 3-4 സ്വിച്ചൊക്കെ. ഞാനോർത്ത് എന്താ സ്വിച്ച്, ഇതിൻ്റെ സംഭവം എന്താ? അത് ഞെക്കി കഴിഞ്ഞപ്പോഴാണ് അവിടെ ഇങ്ങോട്ട് കാല് പൊങ്ങടൊക്കെ ചെയ്യണം. സീറ്റ് ലൈക്ക് താഴത്തത് പൊങ്ങിക്കൊണ്ടിരിക്കുക. ഓ അപ്പോൾ ഇതാണല്ലേ ഈ സംഭവം എന്ന് പിന്നെയാണ് കത്തിയത്. അത് പൊക്കാനും താത്താനും കിടക്കാനും ഇരിക്കാനും എന്ത് വേണോ ചെയ്യാം. എക്സൈറ്റ്മെൻറ്റ് ടു സ്പീക്ക്. ഞങ്ങളാണെങ്കിൽ വാവ് തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ദേ ഇരിക്കുമ്പോഴാണ് കൈസ് കണ്ടു പരസ്യമായിരുന്നു. പരസ്യത്തിന് സംഭവം കൊണ്ടുവന്നിട്ട് ലൈക്ക് തുടങ്ങിയെന്ന് പറഞ്ഞെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് അടിച്ചിരുന്നപ്പോൾ പരസ്യമായിരുന്നു. എക്സൈറ്റ്മെൻറ്റ് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് പറയുന്നത് എനിക്കെന്നെ വെളിവില്ല. അതുകൊണ്ട് ഞാൻ അവിടെ എന്തൊക്കെയോ കിടന്ന് വളവള പറയുന്നുണ്ടായിരുന്നു. എൻ്റെ അനിയത്തിയാണ് എൻ്റെ അടുത്ത് ഇടി നീ കുളവാക്കല്ലേ എന്ന് പറഞ്ഞ് അഡ്വൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ എവിടെ കേൾക്കാം, ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് നടുവിൻ്റെ ബാക്കി കൊണ്ട് അവർ തലോണ കൊണ്ടുവച്ചിട്ട് കണ്ടു. തലോണ പക്ഷെ അത് വെച്ചിട്ടൊരു സുഖമില്ലായിരുന്നു. എനിക്കാണ് അത് അവിടെ ഇരുന്നിട്ട് ഒരു മനസ്സമാനമാണ്. ഞാനതെടുത്ത് മൂല കൊണ്ടു കളഞ്ഞു. ആർക്ക് വേണം തലോണ? ഞാൻ ഇങ്ങനെ കിടന്നോളാം എന്നൊക്കെ. എനിക്കതായിരുന്നു കംഫർട്ടബിൾ. ഞാൻ അങ്ങനെ തന്നെ കിടന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം റിയലി സോറി ആർമീസേ. എനിക്ക് ഇതിനകത്ത് ഫുൾ ക്ലിപ്പ് ഇടാൻ പറ്റത്തില്ല. കാരണം ഓൾറെഡി അവർ ഷൂട്ട് ചെയ്യലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുഞ്ഞു ക്ലിപ്സ് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ആൻഡ് ഓൾസോ ഞാൻ ആ ക്ലിപ്സ് എല്ലാം കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കോപ്പിറൈറ്റ് അടിച്ച് വീഡിയോ ഇല്ലാണ്ടാവും. അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കുന്നില്ല. ആൻഡ് ഹിയർ യു ക്യാൻ സീ യുവർ ആർമീസ്. ഇതാണ് നമ്മുടെ ആർമീസ്. അങ്ങനെ സീറ്റ് ഓൾമോസ്റ്റ് എല്ലാം ഫില്ലായിരുന്നു കേട്ടോ. ബട്ട് ഞങ്ങൾക്ക് എന്തോ ഭാഗ്യം കൊണ്ട് മുകളിലത്തെ 2 സീറ്റ് എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടി. പിന്നെ അവിടെ ഇരുന്നത് ഹിസ്റ്ററി ആയിരുന്നു. ഐ മീൻ എല്ലാവരും പാട്ടും ഡാൻസും എൻജോയ്മെൻറ്റും ബഹളവും കൂവലും ഫുൾ ഫണ്ണായിരുന്നു അവിടെ. ആൻഡ് ഹോണസ്റ്റ്ലി ഇതൊരു കൺസേർട്ട് ഫീൽ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ടു ബി ഓണസ്റ്റ് ഇല്ലായിരുന്നു. കാരണം എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തില്ല. എനിക്ക് കൂടുതലും എന്താ പറയുക ഒരു ആർമി ഗ്യാതറിങ് ആ ഒരു ഫീലാണ് കിട്ടിയത്. ബട്ട് ഇറ്റ് വാസ് റിയലി വർത്ത് ഇറ്റ്. ഐ മീൻ റിയലി ഫൺ. ആൻഡ് ഞങ്ങൾ ശരിക്കും അടിച്ചു പൊളിച്ചു. ബോയ് വിത്ത് ലവ് പേഴ്സണലി ഇറ്റ് വാസ് സോ അൺഎക്സ്പെക്റ്റഡ്. അത് വന്നപ്പോൾ ഞങ്ങളുടെ കോല കേൾക്കണമായിരുന്നു. ഫുൾ നോയ്സായിട്ട് എല്ലാവരും ഭയങ്കര ത്രില്ലിലായിരുന്നു. എസ്പെഷ്യലി ആ ഫാൻസ് ആൻഡ് പാടാൻ വേണ്ടിയിട്ട് എസ്പെഷ്യലി ആരും വേണ്ടി മാറി. ഞാൻ ഈ മൂവീസിന് പരപതര ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് ഈ ഫാൻസ് ആൻഡിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. കാരണം ആർമീസ് എല്ലാവരും അവിടെ കൂടി ഫാൻസ് ആൻഡ് കൂടെ ഓ മൈ ഗോഡ് ദാറ്റ് വാസ് റിയലി അമേസിങ്. അതിനുവേണ്ടിയായിരുന്നു ഏറ്റവും എക്സൈറ്റഡ് ആയിരുന്നു. ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് വേണം കാണിക്കാം. ഐ മീൻ കൂവാം, കാറാവും, ഡാൻസ് കളിക്കാം, നോബഡി ഈസ് ഗോയിങ് ടു ജഡ്ജ് യു. എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു. കാരണം അവിടെ നിന്നപ്പോൾ ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന എനിക്കറിയാം. നമ്മൾ എന്തൊക്കെയോ വിളിച്ച് പോകുന്നുണ്ടായിരുന്നു. അത് വീട്ടിൽ വന്ന് റെക്കോർഡ് ചെയ്തെല്ലാം ഒന്ന് കേട്ട് നോക്കിയപ്പോൾ എൻ്റെ തൊലി ഒരിഞ്ഞു പോയി.
യെസ്, ഈ പോഷൻ വന്നപ്പോൾ ഞാൻ കിടന്നാലൊരു കൂവി. ഇതിനു വേണ്ടി കാത്തിരിക്കുമായിരുന്നു. പിന്നെ ഏകദേശം ഒരു 1 മണിക്കൂർ സംതിങ് കഴിഞ്ഞപ്പം ഇൻട്രോലായിട്ടോ. അന്നേരം തന്നെ ഞങ്ങളുടെ പുക കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഓ മൈ ഗോഡ്, ഇറ്റ് വാസ് റിയലി ടയറിങ്. ഞങ്ങൾ വേർത്ത് കുളിച്ചൊരു പരിവായിരുന്നു. ആൻഡ് ഇത്രയും നേരം ഒരു മണിക്കൂർ അവിടെ കിടന്ന് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുത്താൽ കളിച്ച് നടക്കണം. അങ്ങനെ കളിച്ച് ഞങ്ങളുടെ അവസ്ഥ ഇതാണെങ്കിൽ ആ സ്റ്റേജിൽ കിടന്ന് പാട്ടും പാടി ഡാൻസും ചെയ്ത് പോസും ചെയ്ത് എല്ലാം ചെയ്ത് അത്രയും ഇത് ചെയ്യുന്ന അവരുടെ മെമ്പേഴ്സിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചേക്ക്. അന്നേരം എനിക്ക് അവരോട് ഉണ്ടായിരുന്ന റെസ്പെക്റ്റ് ഉണ്ടല്ലോ, അതങ്ങ് കൂടി അങ്ങ് ഐ വാസ് ലൈക്ക് ഓ മൈ ഗോഡ്, ദേ ആർ റിയലി ഹാർഡ് വർക്കിംഗ്. ദാറ്റ് വാസ് റിയലി പ്രൗഡ് മൊമെൻറ്റ്. പിന്നെ നമ്മൾ അവിടെയുള്ള ആർമീസിനൊക്കെ പോയി പരിചയപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ആദ്യം പരിചയപ്പെട്ടതാണ് അന്നേനെ. വാ നമുക്ക് പോയി കണ്ടിട്ട് വരാം. ഞാൻ കണ്ണൂർ ഞാൻ ഫസ്റ്റ് ഇയർ സൈക്കോളജി പഠിക്കും. 2018. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞു വന്നപ്പോഴാണ് മനസ്സിലായത് ആളെ ഞാൻ അറിയാണ്ട് ചേച്ചി എന്ന് വിളിച്ചത്. ആൾ സെയിം പ്രായം, ഞങ്ങൾ സെയിം പ്രായമാണ്. പിന്നെയാണ് എനിക്കത് മനസ്സിലായത്. പിന്നെ ഇതിൽ പരിപാടി എന്തൊക്കെയാണെന്ന് വെച്ചാലും ആദ്യം എല്ലാവരും കൂടെ ഉള്ള സോങ് ആയിരിക്കും, OT7 സോങ് ആയിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഒരാളുടെ സോളോ, പിന്നെ OT7 സോങ്, പിന്നെ സോളോ, പിന്നെ OT7 സോങ്. അങ്ങനെയായിരുന്നു ഇതിനകത്ത് ഈ മൂവിയിൽ ഫുൾ ഏകദേശം അങ്ങനെയായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം ഇത് ഇൻട്രോലൊക്കെ കഴിഞ്ഞു. അടുത്ത ഷോയുടെ ബാക്കി തുടങ്ങി. പിന്നെ വന്നതായിരുന്നു ഈ പാട്ട് എപ്പിഫാനി. ഇത് എൻ്റെ പേഴ്സണലി എനിക്ക് സിനിമയുടെ സോളോ ട്രാക്സിൽ ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് സോങ് ആട്ടോ. ലൈക്ക് ഇറ്റ്സ് റിയലി ഇമോഷണൽ. ഇത് ശരിക്കും ഇറ്റ് ഫീൽസ് ലൈക്ക് റൈറ്റിംഗ് ആൻ അപ്പോളജി ലെറ്റർ ടു യുവർ സെൽഫ് ആൻഡ് ഇറ്റ്സ് റിയലി സ്പെഷ്യൽ. ലൈക്ക് എന്തോ ഒരു സംതിങ് സ്പെഷ്യൽ, ഒരു ഇമോഷണലായിട്ട് നമ്മുടെ ഉള്ളിൽ ഉണർത്താൻ വരുന്ന ടൈപ്പ് ഓഫ് പാട്ടാണ്. എസ്പെഷ്യലി അതിൻ്റെ ലിറിക്സും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് നമ്മളത് കേൾക്കുകയാണെങ്കിൽ ഇറ്റ്സ് റിയലി ഇമോഷണൽ. അങ്ങനെ ഓരോരോ സോങ്സ് തീർന്ന് നമ്മുടെ കൺസേർട്ട് മിനി കൺസേർട്ട് ഏകദേശം ഒരു എൻഡിലേക്ക് എത്തിയായിരുന്നു. അങ്ങനെ നമ്മുടെ ഡിജിറ്റൽ കൺസേർട്ട് ഏകദേശം ഒരു എൻഡിലെത്തിയപ്പോഴത്തേനും എൻ്റെ ചുറ്റും നിന്ന ആൾക്കാരെല്ലാവരും കണ്ണൊക്കെ നിറഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ. എൻ്റെ കണ്ണ് നിറഞ്ഞില്ലെങ്കിലും ഉള്ളിലൊരു എംപ്റ്റി ഫീൽ ഉണ്ടായിരുന്നു. ആൻഡ് യു നോ വാട്ട്സ് ദ മോസ്റ്റ് ഇമോഷണൽ യെറ്റ് ബ്യൂട്ടിഫുൾ പാർട്ട്? കൺസേർട്ടിൻ്റെ അവസാനമാകുമ്പോൾ മെമ്പേഴ്സിൻ്റെ കണ്ണ് നിറയുന്ന കണ്ടിട്ടുണ്ടോ? അവർക്ക് എന്താ പറയുക, അവർ കരയുന്ന കണ്ടിട്ടുണ്ടോ? അവർക്ക് നമ്മളെ ഇട്ടിട്ട് പോകാനായിട്ടുള്ള ഒരു വിഷമം. ആർമീസിന് അവരുടെ ആർട്ടിസ്റ്റിനെ കുറേ നാൾ കൂടിയായിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ ലൈഫിൽ വൺസ് ഇൻ എ ലൈഫായിരിക്കും കാണുന്നത്. സോ അവർ ഓഫ് കോഴ്സ് കരയും. ബട്ട് BTS അവർ ആർമീസിനെ ഇടയ്ക്കിടയ്ക്കെങ്കിലും കാണാറുണ്ട്. ബട്ട് സ്റ്റിൽ ദേ ആർ ലൈക്ക് ലിറ്ററലി ലോങ്ങിങ് ടു സീ അസ്. ഇസൻറ്റ് ഇറ്റ് ബ്യൂട്ടിഫുൾ? ലൈക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന അതേ സ്നേഹം അല്ലെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി നമുക്ക് ഇങ്ങോട്ട് തിരിച്ചിട്ടാന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ആൻഡ് ഒരു ആർട്ടിസ്റ്റും ഫാൻസും തമ്മിൽ ഇത്ര ഒരു ബോണ്ട് ഉണ്ടാവും അല്ലെങ്കിൽ ഇതുപോലൊക്കെ സ്നേഹിക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ ആർമിയാണ് ശേഷം കേട്ടോ മനസ്സിലാക്കിയത്. ആൻഡ് ഇറ്റ് വാസ് റിയലി എത്തിരിയൽ. എനിക്ക് വിശ്വസിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു അത്, പക്ഷേ ഇപ്പോൾ ഏകദേശം മനസ്സിലായി തുടങ്ങി. അങ്ങനെ പിന്നെ മൂവിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. ഇവിടെ എല്ലാവരുടെ കയ്യിൽ ടാറ്റൂസ് എല്ലാം ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ അതിൻ്റെ ബിഹൈൻഡ് ദ സ്റ്റോറി ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സോ നമുക്ക് ഒരു സ്റ്റോറി കേട്ടിട്ട് വരാം. അന്ന് രാത്രിയിൽ ഞാൻ ഈ ഒരു പാട്ട് കാണുന്നത്, ലൈക്ക് ഒരു ടൈനി ഡാൻ്റെ ഒരു ഇതില്ലേ, സോങ് ഇല്ലേ, സോ അതിൽ എല്ലാവരും കേൾക്കാൻ തുടങ്ങി. ഇതുകൊണ്ടാണോ ഇത് ചെയ്തത്? നമ്മളല്ല, ഇത് കിട്ടി കഴിഞ്ഞിട്ട് നമുക്ക് പോയി ആർമിസിൻ്റെ എല്ലാവരുടെയും ഈ മൂവിനെ പറ്റിയുള്ള റിവ്യൂ ഇട്ടിട്ട് Are you happy? Yes! I'm very excited. Yes! Appo! അങ്ങനെ ഞങ്ങൾ അവിടുത്തെ മൂവി ഹാളിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്ക് സർപ്രൈസ് ആയിട്ട് ലൈറ്റ് സ്റ്റിക്ക് കിട്ടിയിട്ടോ. I was so surprised and happy for this. ആൻഡ് ഇതൊരു ആർമി ബോയുടെയാണ്. പുള്ളി ഇത് കൊണ്ടുവരുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. ബട്ട് ഇതിങ്ങനെ കൈ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. ലാസ്റ്റ് നോക്കിയപ്പോൾ അവിടെ എല്ലാവരും ഇതിൻ്റെ പുറകെയായിരുന്നു. അപ്പം ഞാനും പോയി. ഓ മൈ ഗോഡ്, അത് കണ്ടപ്പോൾ എൻ്റെ റിയാക്ഷൻ എനിക്ക് എന്തോ സ്വർഗം കിട്ടിയതായിരുന്നു. ഇറ്റ് വാസ് റിയലി ഇമോഷണൽ. ആൻഡ്
എന്താ പറയുക, എങ്ങനെ പറയണമെന്ന് അറിയാൻ ബട്ട് ഐ വാസ് സോ ഹാപ്പി ടു ഈവൻ ഹോൾഡ് ദാറ്റ്. ഐ മീൻ ഇറ്റ്സ് സോ സ്പീച്ച്ലെസ്. എനിക്കൊന്നും പറയാനില്ല, ബട്ട് ഐ വാസ് സോ ഹാപ്പി. ആൻഡ് ഞങ്ങളത് വൈറ്റ് കളറായിട്ട് അത് പർപ്പിളാക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഗൈസ്. അതെങ്ങനെ പർപ്പിളാക്കാമെന്ന് നോക്കിക്കൊണ്ട് അന്നത് ഫോൺ ത്രൂ ആ കണക്ട് ചെയ്യുന്നത്. സോ അപ്പം ഫോണിലാണ് കളർ ചേഞ്ച് ചെയ്യുന്നത്. അത് ബ്ലൂടൂത്ത് വഴിയാന്ന് തോന്നുന്നു. എന്തോ ഫോണായിട്ട് അടുത്ത് പിടിച്ചാൽ എന്താണ് അതിൻ്റെ കളർ ചേഞ്ച് ആവും. അങ്ങനെ ഞങ്ങൾ കളർ ചേഞ്ച് ആക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. അങ്ങനെ കളർ പകുതി ചേഞ്ചായി, പർപ്പിളായി ഗൈസ്, പർപ്പിളായി. ഓ മൈ ഗോഡ്, അത് വേവ് ചെയ്യുമ്പോഴുള്ള ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, ആ ഒരു വേവ് ഓഫ് ഹാപ്പിനെസ് എൻ്റെ മോനെ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇറ്റ്സ് റിയലി ഫാൻറ്റാസ്റ്റിക്. ഞങ്ങളെല്ലാവരും ഓരോരുത്തരായിട്ട് അത് വേവ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയ്യോ രസമായിരുന്നു. ഇത് വെച്ചിട്ട് വിട്ട് ഫാൻസ് ആൻഡ് പാടുന്നത് അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് മാളിനകത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു കഫേയിലോട്ട് പോയി. അവിടെ ചെന്നിരുന്ന് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഫുൾ കഥ പറച്ചിലായിരുന്നു കേട്ടോ. എങ്ങനെയാണ് ആർമി ആയത്, എന്താണ് ഇതൊക്കെ കാര്യങ്ങളൊക്കെ. ഈ ചേച്ചിയുടെ കഥ ഭയങ്കര സെറ്റപ്പായിരുന്നു. പുള്ളിക്കാരി ആർമി ആയത് ഭയങ്കര ഡെസ്റ്റിനി ആയിരുന്നു. ഐ മീൻ നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ ടാറ്റു അടിച്ച് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരി പാട്ട് കേൾക്കുന്നത് തന്നെ. ആൻഡ് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ലൈക്ക് വീടെ മോതിരം കണ്ടിട്ടാണ് ചേച്ചി ആ മോതിരം എവിടെ കിട്ടുമെന്ന് തപ്പി പോയാണ് അവസാനം ആർമി ആയത്. ഓ മൈ ഗോഡ്, ഇറ്റ്സ് ഹിലേരിയസ്. ഞങ്ങൾ കഥകളൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഫസ്റ്റ് കാണുന്നത് വീടിൻ്റെ ഈ റിങ് നല്ല റിങ്ങാണല്ലോ, അങ്ങനെ എടുത്ത് വെച്ചതാണ്. ജസ്റ്റ് ഇമാജിൻ നമ്മളെ ഫാൻഡപ്പിൽ വന്നില്ലായിരുന്നെങ്കിൽ എത്ര അൺലക്കി ആയി പോയെന്നല്ലേ. ലൈക്ക് ഓരോ സത്യം അല്ല, ഓരോ മൊമെന്റ്സ് നമ്മളിപ്പോൾ മൂവി കണ്ടോണ്ടിരുന്നില്ലേ, അന്നേരം ആയാലും അവരുടെ പാട്ട് സംഭവം ആ ലാസ്റ്റ് മൈക്രോസ്മോസ് വന്നില്ലേ, അന്നേരം ചെക്ക് കരകണ്ട. ഫസ്റ്റ് സോങ് ഞാൻ കേൾക്കുന്നത്, ഞാൻ ഫസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഞാൻ കേൾക്കുന്ന സോങ് ഇതാണ്. സോ ഇറ്റ് ഈസ് ടച്ച് മീ എ ലോട്ട്. 3 years ബാക്ക് ഞാൻ സോ എനിക്ക് തോന്നില്ല ഞാൻ ഇവിടെ ജീവനോടെ ഉണ്ടായിരിക്കാൻ തോന്നുന്നില്ല. I'm really proud to be in this fandom. Yeah, അപ്പം ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ I'm really proud to be in this fandom. And ആർമി ആയില്ലായിരുന്നെങ്കിൽ I'm sure I would have regretted. ഞാൻ ശരിക്കും റിഗ്രറ്റ് ചെയ്തേന്. എനിവേ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഫുഡൊക്കെ വന്നു. ഫുഡിൻ്റെ അവിടെ നിന്നും ഇവിടെ നിന്നും അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ ഞങ്ങൾ ഫോട്ടോ എടുത്ത് കളിക്കുമായിരുന്നു ഗൈസ്. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞാനും പൊന്നൂസ് ഓർഡർ ചെയ്തിരുന്നത് സ്ട്രോബെറി ബോബ ഷേക്ക് അതായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ട്രൈ ചെയ്യുന്നത്. ഇറ്റ് വാസ് ടേസ്റ്റി, ബട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഐ മീൻ ഐ തിങ്ക് ചോക്ലേറ്റിൻ്റെ ആയിരുന്നാണ് കുറച്ചുകൂടെ ബെറ്റർ വേർഷൻ. ഞാനൊരു തേട്ടനെ പോലെ തന്നെ ഞാനൊരു സ്ട്രോബെറി ഫാൻ ആയിരുന്നിട്ടും കൂടി ഐ തിങ്ക് കുറച്ചുകൂടെ നല്ലത് ചോക്ലേറ്റ് ആയിരുന്നേനെ. ബട്ട് ഇനി നമുക്ക് കാൽവിൻ ക്ലൈനിൽ പോയി ജസ്റ്റ് നോക്കാം. ചെക്കനുണ്ടാവുന്ന എനിക്ക് എൻ്റെ സൗണ്ടൊക്കെ അടിച്ചു പോയി. കാൽവിൻ ക്ലൈൻ എവിടെയാണെന്ന് നോക്കിയിട്ട് അല്ലേ വല്ല വാദമൊക്കെ പറ. ഇവളെന്താ നിന്റെ അടിച്ചു പോയ ചെടിയൊക്കെ. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് എല്ലാവർക്കും നമ്പറെല്ലാം കൊടുത്ത് ഞങ്ങൾ ഹഗ്ഗൊക്കെ ചെയ്ത് ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്തത് ഇനി തിരിച്ച് നടക്കുകയാണ്. ഇനി ഞങ്ങളുടെ ഒറ്റ ലക്ഷ്യം കാൽവിൻ ക്ലൈൻ തപ്പി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കാൽവിൻ ക്ലൈൻ തപ്പി കണ്ടുപിടിച്ച് അവിടെ ചെക്കയുടെ പടം ഉണ്ടോ എന്ന് നോക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ അവിടെ മിങ്കിയോ ആണെന്ന് തോന്നുന്നു പടമായിരുന്നു. ജെക്കയുടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ തപ്പി പോയിട്ട് ഒരിടത്തും ചെക്കയുടെ പടം കണ്ടില്ല. അതിൻ്റെ ഒരു വിഷമമുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞങ്ങൾ എസ്കലേറ്ററൊക്കെ ഇറങ്ങി ഞങ്ങൾ കാൽവിൻ ക്ലൈൻ്റെ സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയും ഇവിടെയും കാൽവിൻ ക്ലൈൻ എവിടെ ചോദിച്ച് ഞങ്ങളൊരു വിധത്തിൽ കാൽവിൻ ക്ലൈൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ ചെല്ലുമ്പോൾ അറിയാം എന്താവും. കാർ പാർക്കിംഗ് എനിക്കറിയാം. കാർ പാർക്കിംഗ് പറഞ്ഞത് നമ്മളവിടെ കാർ പാർക്കിങ്ങിൻ്റെ അവിടെ ചെയ്യാം. അങ്ങനെ അതും പറഞ്ഞ് ഞങ്ങൾ അത് കൂടെ പോകുമ്പോഴാണ് ഈ സംഭവം കണ്ടത്. ഗ്രൗണ്ട് ഫ്ലോറിലാണെന്ന് തോന്നുന്നു. ഈ സംഭവം കണ്ടു. ഇതെന്താണെന്ന് ചോദിച്ചാൽ അറിയാൻ പാടില്ല. പക്ഷേ നാഗമുഖി എന്ന് പറഞ്ഞ് എഴുതിയേക്കണേം കണ്ടു, കാക്കയുടെ പോലത്തെ ഒരു ശില്പം കണ്ടു. ഇത് കണ്ടപ്പോൾ എനിക്ക് ARM ഓർമ്മ. പിന്നെ ഞങ്ങൾ വന്ന് നൈസായിട്ട് ഇറങ്ങി. How do you feel now? Good? I am so damn happy. Very excellent. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ സൗണ്ടൊക്കെ പോയി, എൻ്റെ തൊണ്ടൊക്കെ അടിച്ചു പോയി. നാളത്തേക്ക് ഇനി സൗണ്ട് ഉണ്ടാവുമെന്ന് അറിയാൻ പാടില്ല.
ഫുൾ സൗണ്ട് ഒട്ടുമില്ല. എല്ലാ പാട്ടും ഉറക്കെ പാടി. എനിക്ക് അറിയില്ലാത്ത പാട്ടെല്ലാം അറിയാം, അതൊക്കെ കൂടുതൽ പാടി. മൈക്ക് ഡ്രോപ്പ് ഒക്കെ ഞാൻ പൊളിക്കായിരുന്നു. എന്റെ സൗണ്ട് ഇല്ല ഇവിടെ കാണാം. എന്റെ സൗണ്ട് ഒന്നും ഇല്ല, ഫുള്ള് സൗണ്ട് അടിച്ചു പോയി. ഫുള്ള് മീൻസ് ഫുള്ള് പോയി. പക്ഷെ അതിന്റെ മെയിൻ വരി വരുമ്പോ അത് അവർ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണ കാര്യം നമുക്കത് കിട്ടുമായിരുന്നു പാട്ട് പാടാൻ. എന്തായാലും സൗണ്ട് ഇല്ല. ഇപ്പൊ ഇതിനകത്ത് കേൾക്കുക പറയാൻ പാടില്ല, ബട്ട് ആക്ച്വലി സൗണ്ട് ഇല്ല, ഫുൾ ബ്രോക്കണാ. ഇനി നാളെ ആകുമ്പോഴത്തേനും സൗണ്ട് ഫുള്ള് പോകുന്ന തോന്നണം. ഇതാണ് അവസ്ഥ. അയ്യോ കണ്ടോ, ശ്വാസം മാത്രം. എനിക്ക് തലവേദനയില്ല, കുറച്ച് പോയി കഴിയോ വേറെ. ഞാൻ ഇവരെങ്ങനെയാണ് അത്ര പാട്ട് പാടി ഡാൻസ് അവരെ തുള്ളാനാ തോന്നിയ. എനിക്ക് തുള്ളാനൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ പറ്റുള്ള നമ്മുടെ പൂസ് എത്ര പോയി നമ്മുടെ എനർജി അങ്ങനെ ലൈക്ക് ഇത് ടി വിക്കകത്ത് കണ്ടിട്ട് അല്ല ബിഗ് സ്ക്രീനിൽ കണ്ടിട്ട് ഇങ്ങനെ കൺസേർട്ട് ഫ്രണ്ട് റോയിലൊക്കെ ഇരുന്ന് അതെ. അല്ല ലാസ്റ്റ് ആരും പറഞ്ഞത് സെക്കൻഡ് ഫ്ലോർ തേർഡ് ഫ്ലോർ ഞങ്ങൾക്ക് നിങ്ങളെ കാണാം. അതുകൊണ്ട് വരും നമ്മളിവിടെ തന്നെയായിരുന്നു എല്ലാവരും. താങ്ക് യു നിൽക്കുവാണ് മോളുടെ. എനിക്കെന്താ ഇറങ്ങാൻ നേരത്ത് ഭയങ്കര സങ്കടമായിരുന്നു. എനിക്ക് അവർ പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഒരു പാട്ടും കൂടെ ഡിമ്പിളും കൂടെ ഞാൻ പ്രതീക്ഷിച്ചു. എനിക്ക് പൈഡ് പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞു. വൈറ്റ് പേപ്പർ ഉണ്ടാവില്ല എനിക്കറിയാം. വൈറ്റ് പേപ്പർ ആ ഡ്രസ്സിൽ അവർ ചെയ്തിട്ടില്ല. ഡിമ്പിൾ ഉണ്ട്, തേങ്ങ ഡിമ്പിൾ വരാട്ടെ, വണ്ടി വരാം. ഞങ്ങളോട് തിരിച്ചു കാണിച്ചു. പാർക്കിംഗ് അതെന്താണ് അങ്ങനെ ഫോൺ ചെയ്യുന്നില്ല. മഴക്കാറുണ്ടെന്നു ആകാശത്ത്. നീ ശ്രദ്ധിച്ചായിരുന്നോ? അതിനകത്ത് വീഡിയോ നീ നമ്മളോട് ഒറ്റയ്ക്കാണ്, നമുക്കിനി വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. അതിനകത്ത് ശ്രദ്ധിച്ചായിരുന്നു. ആറമ്മയുടെ പൈസ എടുക്കാൻ ഇപ്പോൾ ആകാശം കാണിച്ചില്ലായിരുന്നു. അത് ഇതുപോലെയല്ല സ്കൈ എന്ന് വെച്ചാൽ മഴക്കാർ വെച്ചിട്ട് പുള്ളി ഇങ്ങനെ മുട്ടല്ലാതെ ഇങ്ങനെ ഇരുന്നിട്ട് മുകളിലേക്ക് ഇങ്ങനെ കാണിച്ചു. എന്നുവെച്ചാൽ ഇങ്ങനെ കാണിച്ചപ്പോ ഞാൻ കണ്ടു. ഞാൻ ആകാശം കളിച്ചു. ഞാൻ അവരുടെ മുഖത്ത് തന്നെയായിരുന്നു എൻ്റെ കണ്ടു. ഞാനെല്ലാം ശ്രദ്ധിച്ചു. ഇപ്പം വേറെ ആരെ ശ്രദ്ധിച്ചില്ല, അവരുടെ മുഖത്ത് തന്നെയായിരുന്നു എനിക്ക് കണ്ടു. എൻ്റെ പിന്നെ ഏറ്റവും കൂടുതൽ നല്ലത് ജോബായിരുന്നു. എനിക്ക് ഏറ്റവും ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ വന്ന് ലാസ്റ്റ് പുള്ളിയുടെ സംഭവം ഡ്രസ്സ് ഇട്ടിട്ട് എന്നെ ഇഷ്ടമായിരുന്നു. എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു എല്ലാവരും കാണും. പക്ഷെ എല്ലാവരുടെ പോസ്റ്റ് പറയുമ്പോൾ എനിക്ക് ജോബിൽ അത്ര ചെറിയൊരു ഓർമ്മ ഉണ്ടായിരുന്നു. എന്ത് പോസ്റ്റ് ഞാൻ ചേക്കടെ മറന്നു ഏതാ ഇതാണ്. ഓ ഇതാണ് പരിപാടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാൻ പോകുന്നു ഗൈസ്. ആൻഡ് ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഇനി കാണാൻ പോകുന്നവർക്കും ഇനി കാണാത്തവർക്കും എല്ലാവർക്കും ആർമി സൈഡിലെ എല്ലാവർക്കും ഫ്യൂച്ചറിൽ BTSന്റെ കൺസേർട്ട് അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സോ സീ യു സൂൺ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അയ്യോ പോലെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്ത കുറച്ച് വീഡിയോസ് ആർമീസിൻ്റെ കൂടെ എടുത്ത കുറച്ച് വീഡിയോസ് സൂൺ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം ഇതിനകത്ത് ഇപ്പം തന്നെ ഓൾറെഡി ഇത് അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുണ്ട്. സോ ഇതിനകത്ത് ഇട്ട് കുളമാക്കണ്ടല്ലോ എന്നോർത്താണ് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ ഓർത്തത്. സോ ഇത് കണ്ടു കഴിയുന്ന ആർമീസ് എല്ലാവരും പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദോസ് വീഡിയോസ് ടു. ഐ മീൻ ഇറ്റ്സ് റിയലി ഫൺ. നമുക്ക് അതിനകത്ത് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തെന്നൊരു ചേട്ടനാണ്. പുള്ളി ലൈക്ക് വൈൽ ഹി വാസ് പാസിങ് ബൈ ഞങ്ങളൊന്നൊരു വീഡിയോ എടുത്ത് തരാമെന്ന് ചോദിച്ചു. ഞങ്ങൾ അതിനകത്ത് പറയണ കേട്ടത് പുള്ളിയുടെ റിയാക്ഷൻ കണ്ടായിരുന്നു. ഇറ്റ് വാസ് സോ ഫണ്ണി. ആൻഡ് ഐ ബെറ്റ് പുള്ളി ഇനി നെവർ എവർ ഇൻ ലൈഫ് ഹി ഈസ് നെവർ ഗോണ ബി ലൈക്ക് വേറെ ഒരാൾക്കിനി ഒരു വീഡിയോ എടുത്ത് കൊടുക്കാൻ പോകുള്ള. സോ നമുക്കപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ കമൻറ്റ് ചെയ്യാൻ ആരും മറക്കല്ലേ പ്ലീസ്. എല്ലാവരുടെ അഭിപ്രായങ്ങളും എല്ലാ കാര്യങ്ങളും ജസ്റ്റ് കമൻറ്റ് ഇറ്റ് ഡൗൺ. നമുക്ക് ലെറ്റ്സ് ഹാവ് എ നൈസ് ടോക്ക്. സോ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഇനി ശരിക്കൊരു അഞ്ഞോ.